7 ആണ്ട് മുൻപ് ശബരിമലയുടെ പേരിൽ തെരുവിലേറ്റുമുട്ടിയ NSSും ഇടത് സർക്കാരും ശബരിമല വിഷയത്തിൽ തന്നെ ഒന്നിക്കുകയാണ്. സെപ്റ്റംബർ 20 നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് പൂർണ്ണ പിന്തുണയുമായി സർക്കാരിനൊപ്പം നിൽക്കുമെന്ന് NSS അറിയിച്ചു. എന്നാൽ NSSന്റെ ഈ നിലപാടിനെതിരെ കടുത്ത വിമർശനം BJP ഉയർത്തുകയാണ്. ശബരിമലയെ ചൊല്ലി 2018 NSSും LDFും രണ്ട് തട്ടിലാകുന്നത്. അന്ന് ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും പ്രവേശനം അനുവദിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ വിധി നടപ്പാക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഒന്നാം പിണറായി സർക്കാരിനെതിരെ നാമജപ ഘോഷയാത്രയും നാമജപ യജ്ഞങ്ങളും നടത്തിയാണ് NSS ഉറച്ചുനിന്നത്. തെരുവിലെ പോര് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചതോടെ ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഇടതു സർക്കാർ അടിയറവ് പറഞ്ഞതും കേരളം കണ്ടു. എന്നാൽ കഴിഞ്ഞെന്നും സെപ്റ്റംബർ 20 സംസ്ഥാന സർക്കാർ നടത്താൻ തീരുമാനിച്ച ആഗോള അയ്യപ്പ സംഗമത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നുമാണ് NSSന്റെ പുതിയ പ്രഖ്യാപനം. പിണറായി സർക്കാർ ആചാരവും വിശ്വാസവും സംരക്ഷിക്കുന്നതിൽ സംഘടനയ്ക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും വൈസ് പ്രസിഡന്റ് സംഗീത് കുമാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ആചാരങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും വിശ്വാസം സംരക്ഷിച്ചുകൊണ്ടും നടത്തുന്ന പരിപാടി നായർ സർവീസ് സൊസൈറ്റിക്ക് ഒരു എതിർപ്പുമില്ല. ഞങ്ങൾ അതുമായിട്ട് സഹകരിക്കാനാണ് ബഹുമാന്യ ജനറൽ സെക്രട്ടറി സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന BJP കടുത്ത വിമർശനമാണ് NSS നിലപാടിനെതിരെ ഉയർത്തുന്നത്. ശബരിമല സ്ത്രീ പ്രവേശനത്തിനെതിരായ സമരത്തിന്റെ പേരിൽ ഒട്ടേറെ കരയോഗം അംഗങ്ങൾ ഇപ്പോഴും കേസുകളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നും അയ്യപ്പ വികാരത്തെ NSS മാനിക്കണമെന്നുമാണ് വിഷയത്തിൽ BJP നേതാവ് കുമ്മനം രാജശേഖരൻ ഉയർത്തിയ എതിർപ്പ്. അയ്യപ്പ വികാരത്തെ മാനിക്കണം. നിരവധി കരയോഗം പ്രസിഡന്റുമാരുടെ മക്കളും പ്രസിഡന്റുമാരും ഒക്കെ കേസുകളിൽ കുടുങ്ങി ഇന്നും കോടതി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അയ്യപ്പ സംഗമത്തിന് NSS നൽകിയ പിന്തുണ കൂടുതൽ ഊർജ്ജമാക്കാനാണ് സർക്കാർ നീക്കം. BJPയുടേത് രാഷ്ട്രീയ നീക്കമാണെന്ന് തുറന്നെതിർത്ത ദേവസ്വം മന്ത്രി VN വാസവൻ ആരെതിർത്താലും സംഗമവുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും എതിർപ്പിനെ അതുപോലെ നേരിടുമെന്നും മുന്നറിയിപ്പ് നൽകി. നമുക്കൊറ്റ ലക്ഷ്യമുള്ളൂ, അയ്യപ്പ സംഗമത്തിൽ ഭക്തരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. ആ ഒരു താല്പര്യത്തോട് യോജിക്കുന്നവർക്കെല്ലാം അതിനോട് കൂടാം. അത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമായി വരുന്നവർ നമുക്ക് രാഷ്ട്രീയമായി നേരിടുകയല്ലാതെ മാർഗ്ഗമില്ല. ആഗോള അയ്യപ്പ സംഗമം ഇടതുപക്ഷത്തിന്റെ പുതിയ സോഷ്യൽ എഞ്ചിനീയറിംഗും